നിങ്ങളൊരു നല്ല കലാകാരനാകാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു കലാകാരൻ ആകണമെന്ന ചെറിയ ആഗ്രഹമെങ്കിലും ബാക്കി നിൽപ്പുണ്ടോ? പല അവസരങ്ങൾ അന്വേഷിച്ചിട്ടും ലഭിക്കാതെ നിങ്ങൾക്ക് പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധ്യത ഏറെയാണ്. കലാകാരൻ യഥാർത്ഥത്തിൽ ഒരു പെൻസിൽ പോലാണ് എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം പെൻസിലിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്നാമതായി അതിൻ്റെ പുറംഭാഗം നല്ല തടി കൊണ്ട് നിർമ്മിച്ചതാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഈയമാണ്. അതിൻ്റെ സത്തയുടെ സാരാംശവും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈയമാണ് എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളത്. പുറത്തെ തടിയല്ല ആവശ്യം. ആ ഈയമാണ് നമുക്ക് പ്രയോജനമാകുന്നതും. ഇതുപോലെ നമുക്കെല്ലാവർക്കും രണ്ട് വശങ്ങളുണ്ട്. നമുക്ക് പുറത്തുള്ളതും നമ്മുടെ ഉള്ളിലുള്ളതും. പുറം നമ്മുടെ വ്യക്തവും നമ്മുടെ രൂപവും സാന്നിധ്യവുമാണ്. നമ്മുടെ വ്യക്തിപ്രഭാവവും നമ്മുടെ ശൈലിയും നമ്മുടെ അവതരണ രീതികളും, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമ്മുടെ പെരുമാറ്റം, ഇവയെക്കുറിച്ചൊക്കെ ഉള്ളതാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഉള്ളതോ നമ്മുടെ കഴിവ്, ആത്മവിശ്വാസം, ധൈര്യം, സ്വഭാവം, നമ്മുടെ ധാർമ്മികത, നമ്മുടെ സമഗ്രത, നമ്മുടെ മൂല്യബോധം, ഇവയൊക്കെയാണ്. അതുകൊണ്ട് പുറത്തുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിൽ ശക്തമായ എന്തും നേടിയെടുക്കാൻ കഴിവുള്ള ശക്തി ഉള്ളിൽ ആവാഹിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വേണം നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടത്. ഈ അടുത്ത് വായിച്ച മനോഹരമായ ഒരു വരി ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തു വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയില്ല. കടലാസിൽ എഴുതുമ്പോൾ മാത്രമാണ് പെൻസിലിൽ നിന്ന് ഈയം സ്വാധീനം ചെലുത്തുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ സമൂഹത്തിലോ ഒന്നും തന്നെ നമുക്ക് സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ ഉള്ളിലെ ഈയത്തെ കണ്ടെത്തുവാൻ നമുക്കൊരു പെൻസിലാവാം.